അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥാ വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ സ്കൈ വാച്ചിൽ സോന റെഡിയായി നിൽക്കുകയാണ്. സ്കൈ വാച്ച്. അപ്പോൾ സോന ജോസഫ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സോന, ഗുഡ് മോർണിംഗ്. ഇന്ന് മഴയുണ്ടോ? മഴ പെയ്യുമോ? ചൂടുണ്ടാകുമോ? അതോ രാവിലത്തെ പോലെ തണുപ്പ് തുടരുമോ? എന്താണ് കാലാവസ്ഥ? എല്ലാം വിശദമായി തന്നെ പറഞ്ഞു തരാം. ബിനിൽ, ഇന്ന് സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് നിലവിൽ 4 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. 6 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് മാപ്പ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. ഇവിടെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇനി കള്ളക്കടൽ പ്രതിഭാസത്തിലേക്ക് വരുവാണെങ്കിൽ തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും, കൊല്ലം ആലപ്പാട് മുതൽ ഇടവ വരെയും, ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെയുള്ള തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം 5:30 മുതൽ രാത്രി 8:30 വരെ 1.5 മുതൽ 1.8 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കടലാക്രമണത്തിന് സാധ്യത ഉള്ളതിനാൽ തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക. പിന്നെ തെക്കൻ തമിഴ്നാട്ടിലും മന്നൻ കടൽ ഇടുക്കിന് മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. അതിനാൽ പൊതുജനങ്ങൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ അധികൃതർ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കാനും നിർദ്ദേശമുണ്ട്. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴാനും പോസ്റ്റുകൾ തകർന്നു വീഴാനും ഉള്ളതിനാൽ അത്തരം കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമില്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. എല്ലാവരും അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. സുരക്ഷിതരായിരിക്കുക.